ാവ് ഗാർഹിക പീഡനക്കേസിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന് യുവതി. കഴുത്തിലെ മുറിവുകൾ ജന്മനായുള്ളതാണെന്നും ചാർജർ കൊണ്ട് കഴുത്തിൽ മുറുക്കിയതല്ലെന്നുമാണ് വാദം. രാഹുൽ നിരപരാധിയാണെന്നും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും പുതിയ വീഡിയോയിൽ യുവതി പറയുന്നു. സമ്മർദ്ദം കൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ പറയേണ്ടി വന്നതെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും യുവതി വിശദീകരിക്കുന്നു. നമുക്ക് ആ വിശദീകരണം ഒന്ന് കേൾക്കാം. ആദ്യം ഇപ്പോൾ എനിക്ക് നേരെ ഉന്നയിക്കുന്നത് ഞാൻ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എന്നെ ആര് തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി ഞാൻ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം, എന്നെ വിശ്വസിക്കരുത്, ഞാൻ നുണയാണ് എല്ലാം പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നും വരുന്നത്. സത്യം പറയാലോ, ഞാൻ വീണ്ടും പറയുവാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടു പോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത്. കാരണം അത്രയും പ്രഷറാണ് ഞാൻ ആ ഒരു സ്റ്റേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറി നിൽക്കുന്നത്. എന്നും ഞാൻ ഒരു വാട്സപ്പിലൂടെ വാട്സപ്പ് ഒരു ഓഡിയോ മെസ്സേജ് ഞാൻ അമ്മയ്ക്ക് അയച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് റിലീസ് ചെയ്യുന്നത്. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, എന്താണ് ഈ പന്തീരാങ്കാവിൽ സംഭവിക്കുന്നത് എന്നുള്ളത്? ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ഈ പെൺകുട്ടിയുടേതായി വരികയാണ്. വീട്ടുകാർ പറയുന്നു വീട്ടിൽ നിന്ന് പോയി, പക്ഷേ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നൊക്കെ പെൺകുട്ടി പറയുമ്പോഴും എവിടെയാണ് ഇവരുള്ളത്? ആ പെൺകുട്ടി തന്നെ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, തിരുവനന്തപുരത്തേക്കാണ് പോയിട്ടുള്ളത്. തനിക്ക് വലിയ തരത്തിൽ സമ്മർദ്ദം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതേ തുടർന്ന് വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ തനിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ താൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 3/4 മണിക്കൂറോളം സമയം എടുത്ത് ഇപ്പോൾ വിശദീകരണവുമായി യുവതി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ 2 വീഡിയോ സന്ദേശങ്ങൾ ഇത്തരത്തിൽ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പെൺകുട്ടി പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുലിനെതിരെ, അതായത് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള രാഹുലിനെതിരെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. രഹസ്യമൊഴി ഉൾപ്പെടെ നൽകിയ കാര്യത്തിൽ തനിക്കിപ്പോൾ സംശയമുണ്ട്, അത് ലീക്കാകുമോ എന്ന അടക്കമുള്ള സംശയമുണ്ട് എന്നുള്ള കാര്യവും ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസിന്റെ അടുത്ത് എത്തിയ ഘട്ടത്തിൽ തന്നെ പന്തീരാങ്കാവ് CI നിലവിൽ സസ്പെൻഷനിലാണുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ചത്. എന്നാൽ അച്ഛനുൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കൃത്യമായി ചില താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളത് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയെ രാഹുൽ P. ഗോപാൽ എന്ന കേസിലെ 1-ാം പ്രതി മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപമായി ആദ്യഘട്ടത്തിൽ വന്നത്. ചാർജർ, അതായത് മൊബൈൽ ഫോണിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി എന്നടക്കമുള്ള ആരോപണങ്ങളിൽ പെൺകുട്ടി തന്നെ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാര്യം പൂർണ്ണമായും പെൺകുട്ടി നിഷേധിക്കുന്നു. തന്റെ കഴുത്തിലുള്ള പാട് അത് ജന്മനാൽ തന്നെ ഉള്ളതാണ്, അല്ലാതെ ഇത്തരത്തിൽ ചാർജർ ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുതിയ വിശദീകരണമായി പെൺകുട്ടി പറയുകയും ചെയ്തത്. ഇങ്ങനെ ആദ്യം നൽകിയിരിക്കുന്ന എല്ലാ മൊഴികളും പരിശോധിച്ചാൽ ആ മൊഴികളെല്ലാം തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളത് ആർക്കും പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നുള്ള നിലപാട് കൂടി പെൺകുട്ടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് നിലവിൽ പ്രതിയായിട്ടുള്ള 1-ാം പ്രതിയായിട്ടുള്ള രാഹുൽ P. ഗോപാലിനെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് കൂടി പെൺകുട്ടി പറഞ്ഞു. ഈ വീഡിയോയുടെ ഏറ്റവും ഒടുവിലെ ഭാഗത്താണ് ഏത് തരത്തിലുള്ള പരിശോധനകൾക്കും തയ്യാറാണ് താൻ എന്നുള്ള ഒരു കാര്യവും കൂടി പെൺകുട്ടി അറിയിക്കുന്നത്. നുണപ്പരിശോധനയ്ക്ക് വരെ തയ്യാറാണ്. അതേപോലെ തന്റെ പിതാവ് അത്തരത്തിൽ ഒരു നുണപ്പരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള ചോദ്യവും കൂടി ഈ വീഡിയോ സന്ദേശത്തിലൂടെ പെൺകുട്ടി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസ് നിലവിൽ എടുത്തിരിക്കുന്ന കേസ് ആ തരത്തിൽ തന്നെ നിയമ നടപടി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള രാഹുൽ P. ഗോപാൽ ഇപ്പോഴും വിദേശത്ത് കഴിയുന്നു. അതിനിടയ്ക്കാണ് അല്പം മാറി നിന്നുകൊണ്ട് പെൺകുട്ടി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ വ്യക്തമായി പറയുകയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീഡിയോ സന്ദേശവുമായി രംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. സുജയ.